All are welcome to your English class. Let us start our class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാപ്പി പ്രിൻസ് എന്നുള്ള യൂണിറ്റിലുള്ള എക്സ്റ്റൻഡഡ് റീഡിംഗ് പാർട്ടായ പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ എന്നുള്ള വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി പല വേർഷനുണ്ട്. ഇതിൽ ഈ ഒരു പൈപ്പർ, അതായത് ഒരു കുഴലൂത്തുകാരൻ്റെ കഥയാണ്. ഈ പൈപ്പർ ജർമ്മനിയിലെ ഉള്ള ഒരു ടൗണിൽ എലികളുടെ ഭയങ്കരമായ ശല്യം കാരണം എലിയെ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അവിടുത്തെ മേയറൊക്കെ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ പലരും പല അഭിപ്രായവും പറഞ്ഞു. പൂച്ചയെ വളർത്താം, അപ്പോൾ കൂടുതലായിട്ട് എലികൾ ഉണ്ടാവില്ല, പൂച്ച കൊന്നൊടുക്കിക്കോളും എന്നൊക്കെയുള്ള പല തരത്തിലുള്ള ചർച്ച ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയുണ്ടായി. അങ്ങനെ ഒടുവിൽ അവിടെ എത്തിച്ചേർന്ന ഒരു കുഴലൂത്തുകാരൻ ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാം എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി അയാൾ ഈ ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ കുഴലൂത്ത് നടത്തി അവിടെയുള്ള എലികളെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഈ ഭാഗത്തുള്ളത്. പക്ഷേ ഇതിന് മറ്റൊരു വെർഷനുള്ളത് അവിടെയുള്ള ഇതിനുശേഷം ഈ ഒരുപാട് പറയുന്നുണ്ട്. അവിടുത്തെ അതിന് ഇയാൾ ഈ എലിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഴലൂത്തുകാരന് ഒരു പ്രത്യേക എമൗണ്ട് കൊടുക്കാമെന്ന് പറയുകയും ഈ സംഭവം നടന്നതിന് ശേഷം മേയർ സമീപിക്കുന്ന പൈപ്പറിനെ അത്രയും വാഗ്ദാനം ചെയ്ത പണം കൊടുക്കാതെ വന്നപ്പോൾ അയാൾ ഒരു പ്രത്യേക രീതിയിൽ, അതായത് അവിടെയുള്ള കുട്ടികളെയൊക്കെ തന്നെ ഒരു മൗണ്ടെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു ഗുഹയിലിട്ട് അടയ്ക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. പക്ഷേ മറ്റൊരു വെർഷനിൽ കുട്ടികളെ ഒരു ഗുഹയിൽ അടച്ച്, അല്ലെങ്കിൽ ഗുഹയിലല്ല, കുട്ടികളെ കൊണ്ടുപോയി സമുദ്രത്തിൽ മുക്കിക്കൊല്ലുന്നതായിട്ടുള്ള മറ്റൊരു കഥയും കൂടി ഇതിനോടൊപ്പം മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളെ മൗണ്ടെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 127, സെക്കൻഡ് പാർട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ 127 പേജ് നമ്പറിലാണ് ഈ ഒരു പാഠഭാഗം ഉള്ളത്. ദ പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ. ഹാംലിൻ വാസ് എ സ്മോൾ ടൗൺ ഇൻ ജർമ്മനി. ജർമ്മനിയിലുള്ള വളരെ ചെറിയ ഒരു ടൗൺ ആണ് ഹാംലിൻ. ദ ടൗൺ വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. ആ ടൗണിൽ നിറയെ എലികളാണ്. They were in houses, inns, shops, schools and in every street. ആ ഒരു തെരുവ് മുഴുവനും, അതായത് എല്ലാ വീടുകളിലും, അതുപോലെ ഇൻസ് മീൻസ് സത്രമാണ്, അതായത് ഫുഡും വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ അക്കോമഡേഷനും തയ്യാറായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇൻസ്. പണ്ട് കാലങ്ങളിൽ നിലവിലിരുന്ന ഒരു സംവിധാനമായിരുന്നു ഇൻസ്. അതുപോലെ എല്ലാ സത്രങ്ങളിലും, ഷോപ്സിലും, എല്ലാ കടകളിലും, സ്കൂളിലും എന്നുവേണ്ട ആ തെരുവ് മുഴുവനും, ആ നഗരം മുഴുവനും എലികളാണ്. റാറ്റ്സ് ബിക്കേം എ സീരിയസ് പ്രോബ്ലം. റാറ്റ്സ് എന്ന് പറയുന്ന വല്ലാത്തൊരു തലവേദന എന്ന് പറയുന്ന അവസ്ഥയെ സീരിയസ് ആയിട്ട് ഗുരുതരമായൊരു പ്രശ്നം തന്നെയായിരുന്നു. എവ്രിവൺ വാണ്ടഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. എല്ലാവർക്കും ഇതിനൊരു പരിഹാരം ആവശ്യമായി വന്നു. ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ന്യൂ വേർഡ്സ് ഇൻസ്, ദെൻ സൊല്യൂഷൻ. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ദ മേയർ had often held meetings with the people of the town to discuss the problem. അപ്പോൾ ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ മേയർ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി, ഒരു യോഗം വിളിച്ചുകൂട്ടി. ഇതിനൊരു പരിഹാരം കാണണമല്ലോ. In the beginning, they thought that cats would
drive away the rats. അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും കരുതിയത് പൂച്ചയെ വളർത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും, പൂച്ച എലിയെ കൊന്നൊടുക്കിക്കൊള്ളും. But it was very difficult to find a large numbers of cats. They were in a real dilemma. Cats, but it was very difficult. പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല. പൂച്ചയെ വളർത്തിയിട്ട് എലിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത്രയൊന്നും എളുപ്പമല്ല. അത്രയും എണ്ണം പൂച്ചകൾ ആവശ്യമായി വരും. They were in a real dilemma. Dilemma എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഗുരുതരമായ ഒരു വല്ലാത്തൊരു അവസ്ഥ, ഗുരുതരമായ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. One day a stranger came to the town of Hamelin. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതൻ ആ ടൗണിലേക്ക് എത്തിച്ചേർന്നു. ഹി കാരിയേഡ് എ പൈപ്പ് വിത്ത് ഹിം. അയാളുടെ കയ്യിൽ എന്തുണ്ടെന്നറിയോ? ഒരു കുഴലുണ്ടായിരുന്നു. കുഴലൂത്തുകാരൻ എന്നാണ് ഈ ഒരു കുഴലൂത്തുകാരൻ, ഹാമലിനിലെ കുഴലൂത്തുകാരനാണ് ഈ കഥയുടെ പേര്. അയാൾ തൻ്റെ കൂടപ്പിറപ്പ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ആ കുഴലും പിടിച്ച് അങ്ങോട്ട് കടന്നു വരികയാണ്. ഹി ഹാഡ് എ സ്റ്റേൺ ലുക്ക്. വളരെ പരുഷമായ ഒരു ലുക്കായിരുന്നു അയാൾക്ക്. അയാളെ കാണാൻ ഒരു പരുഷമായിട്ടുള്ള ഒരു സ്വഭാവക്കാരനായിട്ടായിരുന്നു. ആൻഡ് വോക്ക് സ്ട്രെയിറ്റ് ടു ദി മേയേഴ്സ് ഓഫീസ്. അയാൾ നേരെ അങ്ങോട്ട് മേയറിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെന്നു. ഹി ഫേസ് ദി മേയർ ഓഫ് ഹാമലിൻ ആൻഡ് സെറ്റ്. മേയറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് വെൽ നോൺ അക്രോസ് ജർമ്മനി ദാറ്റ് ഹാമലിൻ ഹാസ് എ പ്രോബ്ലം ഓഫ് റാറ്റ്സ്. ഈ ജർമ്മനി മുഴുവനും, ഇറ്റ് ഈസ് വെൽ നോൺ അക്രോസ് ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനി മുഴുവനും എലിയുടെ ശല്യമാണ് ഹാമലിനിൽ. ഹാസ് പ്രോബ്ലം ഓഫ് റാറ്റ്സ്. ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദി റാറ്റ്സ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഈ എലികളെ മുഴുവനും ഞാൻ ഒഴിവാക്കി തരാം. വാട്ട് വുഡ് മൈ റിവാർഡ് ബി? എന്താണ് എനിക്ക് നിങ്ങൾ പ്രതിഫലമായിട്ട് തരിക? റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ഫോർ എ മൊമെന്റ് ദ മേയർ വാസ് സ്റ്റണ്ട്. ഇത് കേട്ടപ്പോൾ മേയർ ആകെ സ്റ്റണ്ടായി പോയി. എന്താണ് ഇത് കാര്യം നടക്കുമോ എന്നൊക്കെയുള്ള അവസ്ഥയിൽ, അയാളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നുപോയി. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ബിലീവ് ദാറ്റ് എ സിംഗിൾ മാൻ കുഡ് ഡു ഇറ്റ്. ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ഇത്രയും എലികളെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അയാൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഐ നോട്ട് ബിലീവ് ഇറ്റ്. 10,000 gold coins from our treasury if you can do as you promise. എന്താണ് വാഗ്ദാനം ചെയ്തതെന്നറിയോ? 10,000 gold coins. 10,000 ഗോൾഡ് കോയിൻസ് ആണ് ഈ ഒരു കുഴലൂത്തുകാരനെ എലികളെ നശിപ്പിക്കുകയാണെങ്കിൽ മേയർ ഓഫർ ചെയ്തത്. എൻ്റെ ഖജനാവിൽ അത്രയും പണമുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം, സെഡ് ദി മേയർ. ദിസ് സ്ട്രേഞ്ചർ നോഡഡ് ഹിസ് ഹെഡ് ആൻഡ് സെഡ്. സ്ട്രേഞ്ചർ ഇത് കേട്ട്, നോഡഡ് മീൻസ് തലയാട്ടുക. ഈ പൈപ്പർ എന്ത് ചെയ്തു? തലയാട്ടിക്കൊണ്ട് പറയുകയാണ്, ഇൻ എ ഡേയ്സ് ടൈം ഹാമലിൻ വിൽ ഹാവ് നോ റാറ്റ്. ഒരു ദിവസം സമയം തന്നാൽ ഞാൻ എലികളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യാം, മുഴുവനായിട്ടും ഞാൻ കൊന്നൊടുക്കിയിരിക്കും. ദ സ്ട്രേഞ്ചർ വോക്ക്ഡ് ഔട്ട് ഇൻ ടു ദി സ്ട്രീറ്റ്. അത് പറഞ്ഞ് ഈ കുഴലൂത്തുകാരൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നടന്നു. പുൾഡ് ഔട്ട് ഹിസ് പൈപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇറ്റ്. അയാളുടെ കയ്യിലുള്ള ആ കുഴൽ ഊതിക്കൊണ്ടാണ് അയാൾ തെരുവിലൂടെ നടന്നു പോയത്. ആൻഡ് ഈ റീസൗണ്ട് ഫ്ലോട്ടഡ് ഇൻ ദി എയർ. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശബ്ദം ആ കുഴലിൽ നിന്നും ഇങ്ങനെ കുഴലൂതുമ്പോൾ പ്രത്യേക മധുരമായിട്ടുള്ള ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു, ഈ റീസൗണ്ട്. എല്ലാവരെയും പിടിച്ചു നിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മാസ്മരികത അതിനുണ്ടായിരുന്നു. പീപ്പിൾ ഓഫ് ഹാമലിൻ കുഡ് ഹിയർ ദ ബ്യൂട്ടിഫുൾ tuned from every corner of Hamelin and were paralyzed by the enchanting music. Enchanting ആയിട്ടുള്ള, അത്രയും ആകർഷകമായ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിരുന്നു അതിൽ നിന്ന് ഉണ്ടായിരുന്നത്. അത് അവിടെയുള്ള ഓരോ മുക്കിലും മൂലയിലും നിൽക്കുന്ന തെരുവോരത്തിലുള്ള ഓരോ തെരുവുവാസികളെയും
അല്ലെങ്കിൽ ആ പട്ടണവാസികളെയും ആകർഷിക്കുന്ന വിധത്തിലായിരുന്നു ആ ഈറി സൗണ്ട് അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ടത്. All of a sudden there was hearing noise. Thousands of rats came all the way from various directions. അയാൾ ഈ സൗണ്ട് കുഴലിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതിനനുസരിച്ച് നോക്കുമ്പോൾ എന്താ, ഹിയറിംഗ് നോയ്സ്, ഒരു പ്രത്യേകതരം മറ്റൊരു പ്രത്യേകതരം സൗണ്ട് കേട്ടപ്പോൾ thousands of rats came all the way from various directions. ഇയാളുടെ ഈ ഒരു കുഴലൂത്തിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് എലികളെ ഇയാളുടെ പിന്നാലെ കൂടി. They followed the piper. It seemed that the rats were mesmerized by the delightful music of the pipe. അയാളുടെ മാസ്മരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാന്ത്രികത കലർന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ ഭാഗമായിട്ട് എലികൾ ഇയാളുടെ പിന്നാലെ അയാളെ ഫോളോ ചെയ്തു. ദ സ്ട്രേഞ്ചർ ഹെഡഡ് ടുവേർഡ്സ് ദി സീ. സ്ട്രേഞ്ചർ എങ്ങോട്ടാണ് നടക്കുന്നത്? സീനെ ലക്ഷ്യമാക്കി, കടലിനെ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം നടക്കുന്നത്. വിത്ത് ഓൾ ദി റാറ്റ്സ് ഓഫ് ഹാമലിൻ ബിഹൈൻഡ് ഹിം. അദ്ദേഹത്തിന്റെ പിന്നാലെ ഈ എലികളും ഉണ്ടായി. ഇറ്റ് വാസ് ആൻ എക്സ്ട്രാ ഓർഡിനറി സൈറ്റ് ഫോർ ദി ഫോക്സ് ഓഫ് ഹാമലിൻ. ഹാമലിനുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത്. പൈപ്പർ മുമ്പിൽ നടക്കുന്നു, പിന്നാലെ എലികളും ഇയാളെ ഫോളോ ചെയ്യുന്നു. നേരെ കടലിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ദി സ്ട്രേഞ്ചർ പ്ലേഡ് ദ പൈപ്പ് കണ്ടിന്യൂസ്ലി ആൻഡ് വോക്ക് റൈറ്റ് ഇൻ ടു ദി സീ. കടലിനെ ലക്ഷ്യമാക്കി അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ദ റാറ്റ്സ് ഫോളോഡ് ഹിം ഇൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദം വെർ caught by the waves which dragged them into the sea. എല്ലാവരും തന്നെ ഈ എലികളെല്ലാം തന്നെ തിരമാലകളെ വലിച്ചു കൊണ്ടുപോയി, ഡ്രാഗ് ചെയ്തു. All the rats of Hamelin were drowned. ആ ഹാമലിനിലുള്ള എല്ലാ എലികളും കടലിൽ മുങ്ങിത്താണു. The strange piper thus got rid all the rats. എല്ലാ എലികളെയും got rid, get rid ന്റെ പാസ്റ്റ് ഫോമാണ്. എല്ലാ എലികളെയും തന്നെ അദ്ദേഹം ഒഴിവാക്കി. He kept his word. അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചു, മേയർക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. The stranger approached the mayor for his reward. അതിനുശേഷം ഈ പൈപ്പർ തിരിച്ച് മേയറിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ റിവാർഡ് ചോദിക്കുകയാണ്, പ്രതിഫലത്തിനായിട്ട് ചെന്നു. The mayor and the townspeople enjoyed watching the bizarre sight. മേയറും ടൗണിലുള്ള മുഴുവൻ ആളുകളും തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ആ സംഗീതം തുളുമ്പുന്ന ആ ഒരു മാസ്മരികമായിട്ടുള്ള ആ കുഴലൂത്ത് ശ്രവിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവർ കണ്ടു നിൽക്കുകയായിരുന്നു ഈ എലികളെയും കൂട്ടി ഇദ്ദേഹം നടന്നു പോകുന്ന ആ കാഴ്ച. ബട്ട് ദ മേയർ ഹാഡ് ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്. പക്ഷേ മേയർ പെട്ടെന്ന് തന്നെ അങ്ങ് കാലുമാറി. എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനായിട്ട് മാറ്റി അയാളെ കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ സന്നദ്ധമായിരുന്നില്ല. When the stranger went to him, he said, "It is a wonderful task you have accomplished, but isn't 10,000 gold coins a hefty reward for a day's work?" അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, മേയർ ചോദിച്ചു, "It is a wonderful task you have accomplished." അക്കംപ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക. ഈ ഒരു വളരെ അത്യത്ഭുതമായിട്ടുള്ള ഈ ഒരു ടാസ്ക്, ഈ ഒരു പ്രവൃത്തി നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ബട്ട് ഈസിൻ 10,000 ഗോൾഡ് കോയിൻസ് എ ഹെഫ്റ്റി റിവാർഡ് ഫോർ എ ഡേയ്സ് വർക്ക്? ഒരു ദിവസത്തെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ പ്രവൃത്തിക്ക് ഇത്രയും റിവാർഡ് നിങ്ങൾക്ക് 10,000 ഗോൾഡ് കോയിൻസിനൊക്കെയുള്ള അത്രയും റിവാർഡ് കിട്ടാനുള്ള അത്രയും പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പെട്ടെന്ന് ആളങ്ങ് മാറുകയാണ്. ഐ വിൽ പേ യു 500 ഗോൾഡ് കോയിൻസ്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ 500 ഗോൾഡ് കോയിൻസ് തരാം. ദ സ്ട്രേഞ്ചർ ലുക്ക്ഡ് അറ്റ് ദി മേയർ ആൻഡ് ദെൻ വാക്ക്ഡ് ഔട്ട്. സ്ട്രേഞ്ചറെ, അതായത് ഈ കുഴലൂത്തുകാരൻ, പെട്ടെന്ന് തന്നെ ആ
മേയർ അടുത്തു നിന്നും ഇറങ്ങി നടക്കുകയാണ്. ഇൻ ദ സ്ട്രീറ്റ് ഹി പുൾഡ് ഔട്ട് ഹിസ് പൈപ്പ് എഗെയിൻ ആൻഡ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇറ്റ്. അയാൾ എന്ത് ചെയ്തു? തെരുവിലിറങ്ങിയിട്ട് അയാളുടെ പൈപ്പ്, അതായത് കുഴല് ഊതിക്കൊണ്ടേയിരുന്നു. ദിസ് ടൈം ഇറ്റ് വാസ് എ ഡിഫറൻറ്റ് സൗണ്ട്. അതിന് അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും വിഭിന്നമായ മറ്റൊരു ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ബട്ട് eerie as well, all the children of Hamelin started to follow the stranger. മറ്റൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. എന്താണെന്നറിയോ? അതുവരെയും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ എലികളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ നാട്ടിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോവുകയാണ്. വളരെ അത്ഭുതം. He walked out of town and disappointed into the mountains. എന്ത് ചെയ്തു? അയാൾ നേരെ നടക്കുന്ന എങ്ങോട്ടാണ്? ഡിസപ്പിയർഡ് ഇൻ ടു ദി മൗണ്ടെയിൻസ്. ഈ കുട്ടികളൊക്കെ തന്നെ ഇയാളുടെ പിന്നാലെ മൗണ്ടെയിൻസിൻ്റെ അടുത്തേക്കാണ്, അവിടെയുള്ള കുന്നിൻ പുറത്തേക്കാണ് നടക്കുന്നത്. ദ ചിൽഡ്രൻ ഫോളോഡ് ഹിം, ദ പാരൻസ് വെപ്റ്റ്. ഇത് കണ്ട് ആ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ തന്നെ ഭയന്ന് കരയാൻ തുടങ്ങി. Where had the stranger taken their children? എവിടേക്കാണ് ഇയാള് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്? They complained to the mayor. മേയറോട് ഇവര് കംപ്ലൈന്റ് പറഞ്ഞു നോക്കി. But he was helpless. പക്ഷെ അദ്ദേഹം നിസ്സഹായനായിരുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കൊടുത്ത വാഗ്ദാനം പാലിക്കാത്തതാണ് പ്രധാനമായ ഒരു കാരണം. He felt guilty that he had been dishonest with the stranger. ഇങ്ങനെ സത്യസന്ധമല്ലാതെ ഡിസോണസ്റ്റായിട്ട് പെരുമാറിയതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് അയാളോട് തന്നെ കുറ്റബോധം തോന്നുകയാണ്. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റബോധം. അതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ന്യൂ വേർഡ്സ് ഓരോ പാരഗ്രാഫിന് ഒരുമിച്ച് എഴുതി കാണിക്കുന്നുണ്ട്. The following are the main events of the story. Write the sub-events connected to them. ഇവിടെ ഈ കഥയിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സബ് ഇവൻറ്റ്സ്, അതായത് കുറച്ച് അത്രത്തോളം പ്രാധാന്യമില്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു നടന്നത്. ഫസ്റ്റ് വൺ, ദ ടൗൺ ഓഫ് ഹാംലിൻ ഈസ് ഫുൾ ഓഫ് റാറ്റ്സ്. ഹാംലിൻ ടൗൺ ഫുള്ളി റാറ്റ്സ് ആണ്, മുഴുവനായിട്ടും റാറ്റ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് അതിനെ തുടർന്ന് അവിടെ നടന്നത്? സെക്കൻഡ്, എ സ്ട്രേഞ്ചർ എറൈവ്സ് അറ്റ് ഹാംലിൻ. ഒരു അപരിചിതൻ ഹാംലിൻ ടൗണിൽ എത്തിച്ചേരുന്നു. അതോടൊപ്പം എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങൾ ആദ്യം എഴുതി നോക്കുക. തേർഡ് ഇവൻറ്റ്, ദ മേയർ ഓഫേഴ്സ് 10,000 ഗോൾഡ് കോയിൻസ്. മേയർ വന്ന സ്ട്രേഞ്ചറിന് 10,000 ഗോൾഡ് കോയിൻസ് ഓഫർ ചെയ്യാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്? ഫോർത്ത് ഇവൻറ്റ്, ദ സ്ട്രേഞ്ചർ പ്ലേസ് ഹിസ് പൈപ്പ് ദ സെക്കൻഡ് ടൈം. വന്ന അപരിചിതൻ രണ്ടാമത്തെ തവണയും തൻ്റെ കുഴലൂത്ത് നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും നിങ്ങൾ എഴുതണം. ഫസ്റ്റ് മെയിൻ ഇവൻറ്റിൻ്റെ ആ ആൻസർ, സബ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റാറ്റ്സ് ബിക്കെയിം എ സീരിയസ് പ്രോബ്ലം. സെക്കൻഡ് വൺ, മേയർ ഹെൽഡ് മീറ്റിംഗ് വിത്ത് ദി പീപ്പിൾ ഓഫ് ടൗൺ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദി സെക്കൻഡ് മെയിൻ ഇവൻറ്റ്, എ സ്ട്രേഞ്ചർ എറൈവ്സ് അറ്റ് ഹാമലിൻ. അതിൻ്റെ ആൻസർ നോക്കാം. ഹീ walked straight to the mayor's office. Second, he offered to get rid of all the rats in Hamelin. C, he asked the mayor for a reward once he accomplished his task. The mayor offers 10,000 gold coins. Sub-events, the stranger agreed to the offer, walked to the street, pulled out his pipe and started playing it. B, hearing the eerie sound from the pipe, thousands of rats came from different directions. C, they followed the piper who headed towards the sea and got drowned, and thus he got rid of all the rats. D,
He came back for the reward, but the mayor said he will give only 500 gold coins. E. The stranger walked out. Fourth main event. The stranger plays his pipe the second time. Sub-events. A. An eerie sound came out and all the children of Hamelin started following the piper. B. The stranger disappeared into the mountains with the children. C. The parents wept and complained to the mayor, who seemed helpless.